Hi my dear students, once again welcome back to trigonometric functions. നമ്മൾ ട്രിഗ്നോമെട്രിയുടെ 8ാമത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ട്രിഗ്നോമെട്രിയുടെ ചില പെക്യുലാരിറ്റീസ് ഒന്ന് പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റയുടെ ഡെഫിനിഷൻ പഠിച്ചു. പിന്നീട് ഓരോ ക്വാഡ്രന്റിലുമുള്ള ട്രിഗ്നോമെട്രിക് റേഷ്യോസിന്റെ സൈൻസിനെ പറ്റി പഠിച്ചു, ASTC എന്നൊക്കെ പറഞ്ഞ്. അതിനുശേഷം പിന്നീട് നമ്മൾ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കാൻ പഠിച്ചു. അതിനുശേഷം നമ്മൾ പിന്നീട് പഠിച്ചത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് തമ്മിലൊരു കണക്ഷൻ പഠിച്ചു. ഫണ്ടമെന്റൽ ഫോർമുലയായിട്ട് ഒരു 9 ഫോർമുലകൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇതിനെ ഒന്ന് നമ്മുടെ ഫണ്ടമെന്റൽ ബേസിക് ഡെഫിനിഷൻ ഓഫ് ആംഗിൾസുമായിട്ട് ഇതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് sin theta is equal to y divided by r and cos theta is equal to x by r. r എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എക്സും വൈയും ആ പോയിന്റിന്റെ ഒരു പോയിന്റ് എടുക്കുവാണെങ്കിൽ p is equal to x y എന്നുള്ള പോയിന്റ് ആണെങ്കിൽ ഈ r എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് റേഡിയൽ ഡിസ്റ്റൻസ്. സപ്പോസ് ഞാൻ അപ്പോൾ ഈ ഒരു r എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു റേഡിയൽ ഡിസ്റ്റൻസ് എന്നാണ് പറഞ്ഞു. അപ്പൊ ഞാൻ അത്തരത്തിലൊരു പോയിന്റ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ക്യൂ എന്നുള്ള പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് ഒരു ലൈൻ വരച്ചിരിക്കുകയാണ്. ബി എന്നുള്ള പോയിന്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബിയിൽ നിന്ന് ഇത്തിരി മാറി 2 പോയിന്റ് നിങ്ങൾക്കിവിടെ കാണാൻ, BC എന്നുള്ള 2 പോയിന്റ് കാണാം. ഈ പോയിന്റുകളുടെ പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇവിടെ പോയിന്റ് എടുത്ത് കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, വൈ കോർഡിനേറ്റ് ഉണ്ടാവും. ഞാൻ ഈ പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. അതായത് ഈ എക്സ് സ്ക്വയറും വൈ സ്ക്വയറും കൂട്ടിയാൽ എപ്പോഴും 1 കിട്ടത്തക്ക രീതിയിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ r എന്ന് പറഞ്ഞാൽ 1 ആവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. r മീൻസ് റേഡിയൽ ഡിസ്റ്റൻസ്. അതായത് ഈ ഒറിജിനലിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള അകലം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പോയിന്റ് ഒന്ന് മാറ്റുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ പോയിന്റ് മാറുന്നില്ല. ഇത് എക്സ് ആക്സിസ് തന്നെയുള്ള ഒരു പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും എക്സ് ആക്സിസ്. പക്ഷേ ഈ പോയിന്റ് മാറുന്നതനുസരിച്ച് ഈ എക്സ് കോർഡിനേറ്റ് മാറുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ആകത്തക്ക രീതിയിലാണ് ഈ പോയിന്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഹൈറ്റ് ആണ് y എന്ന് പറഞ്ഞാൽ. ഇവിടെ നിങ്ങൾ ഫിഗറിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ട്രയാങ്കിൾ കാണാൻ സാധിക്കും. അത് ഈ ഹൈറ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് ആണല്ലോ. ഈ ഡിസ്റ്റൻസ് 0.58 ആണ്. ഈ ഡിസ്റ്റൻസ് y ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഓൾമോസ്റ്റ് ഒരു 6 ആണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 0.6ഉം ഇത് ഓൾമോസ്റ്റ് ഒരു 0.8ഉം ആണ്. നമുക്കറിയാം 0.8 എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് 64 സംതിങ് വരും. ഇവിടെ വരുമ്പോൾ 0.6 ആകുമ്പോൾ 36 സംതിങ് വരും. കൂട്ടുമ്പോൾ അപ്പോൾ നമുക്ക് 1 കിട്ടും അല്ലെ. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഈ പോയിന്റ് മാറുന്നതനുസരിച്ച് അതിന്റെ ഹൈറ്റ് മാറുന്നതനുസരിച്ച് അതിന്റെ ഈ ഇത് കുറഞ്ഞു വരും. അപ്പോൾ നമ്മുടെ r എപ്പോഴും 1 ആണ്. ആ രീതിയിലാണ് ഞാൻ ഈ പോയിന്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എക്സ് എന്നുള്ളത് 0 ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എക്സ് എന്നുള്ള 1 ആയി കഴിഞ്ഞാൽ y 0 ആവും. കാരണം റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് 1 ആവും. ഇനി ഈ പോയിന്റിന് സി എന്നുള്ള പോയിന്റിന് എക്സ് കോർഡിനേറ്റ് 1 ആണെന്ന് വിചാരിക്കുക. എക്സ് കോർഡിനേറ്റ് 1 ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് ഫിഗറിൽ നിന്ന് കാണാൻ സാധിക്കും. ഞാൻ പോയിന്റിനെ ഇത്തിരി ഇവിടെ നിന്ന് മാറ്റാം. അപ്പോൾ അത് 0 ആവും. ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആയി. അപ്പോൾ വൈ കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് 1 ആകും. ഇനി വീണ്ടും ഇത് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ അപ്പോഴും ഇതിന്റെ ഡിസ്റ്റൻസ് ഇത് ഇത്തരത്തിൽ തന്നെ മാറുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ ഇത് വന്ന് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ഈ പോയിന്റിന്റെ ഒരു ട്രേസ് ഒന്ന് ഓൺ ചെയ്യാൻ വിചാരിക്കും. ട്രേസ് ഓൺ ചെയ്തിട്ട് ഈ പോയിന്റ് ഞാൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ പോകുന്നത് ഒരു സർക്കിൾ ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. കണ്ടോ? അപ്പോൾ ഈ ഒരു പോയിന്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സർക്കിളില്
ഉള്ള പോയിന്റാണ്. ഈ സർക്കിളിന്റെ പ്രത്യേകത കണ്ടോ? സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന ഡിസ്റ്റൻസ് ആണ് ഒ സി എന്നുള്ള QC എന്നുള്ള ഇതാണ് അതിന്റെ റേഡിയസ് ആയിട്ട് വരുന്നത്. ഇത് സെന്റർ ആയിട്ട്. അപ്പൊ ഇത്തരത്തിലൊരു സർക്കിൾ നമുക്ക് ഇവിടെ ഫോം ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന സി എന്നുള്ള പോയിന്റിന്റെ പ്രത്യേകത നോക്കിക്കേ. അത് ഈ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്പോ നമുക്ക് ഈ പോയിന്റ് ഒന്ന് ഫിക്സ് ചെയ്യാം. ഇത് ഇവിടെ കൊണ്ടൊന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റേഡിയസ് നമുക്ക് കാണാൻ സാധിക്കും 1 യൂണിറ്റ്. ഇത് ഇങ്ങോട്ട് വന്നാൽ ഇവിടെയും 1 യൂണിറ്റ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിലാണ് ചെയ്തത്. ഇതും 1. ഓക്കെ, ഇവിടെ വന്നാലും അത് റേഡിയസ് 1 ആവും. അപ്പോൾ റേഡിയസ് 1 യൂണിറ്റ്. അപ്പൊ ഈ സി എന്നുള്ള പോയിന്റ് റേഡിയസ് 1 ആയിട്ടുള്ള ഒരു സർക്കിളിലെ പോയിന്റാണ്. എന്ന് വെച്ചാൽ യൂണിറ്റ് സർക്കിളിന്റെ റേഡിയസ് 1 ആണ്. 1 യൂണിറ്റ് റേഡിയസ് ഉള്ള സർക്കിളിലെ പോയിന്റ്. അതുകൊണ്ടാണ് അതിനെ യൂണിറ്റ് സർക്കിൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ പോയിന്റ് ആണ്. ആ സർക്കിളിലെ പോയിന്റിന്റെ പ്രത്യേകത റേഡിയസ് 1 ആണ്. ഇനി ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഇത്, വൈ കോർഡിനേറ്റ് ഇത്. ഈ പോയിന്റ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഈ ഹൈറ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ. അത് നിങ്ങൾ നോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി മക്കളെ, ഈ നിങ്ങൾ പോയിന്റ് നോക്കിയാൽ കാണാൻ സാധിക്കും ഇവിടെ ഒരു ആംഗിളും കൂടെ ഉണ്ട്. ഞാനിപ്പോ ആ സർക്കിൾ ഒന്ന് നോട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ സർക്കിൾ. ഈ സർക്കിളിന്റെ റേഡിയസ് 1 യൂണിറ്റ്. അപ്പോൾ 1 യൂണിറ്റ് റേഡിയസ് എന്ന്. അപ്പൊ ഈ ഒരു ആംഗിൾ ഇവിടെ കാണാൻ സാധിക്കും 1 റേഡിയനാണ്. അപ്പോൾ 1 റേഡിയനാണ് ആംഗിൾ എങ്കിൽ ഈ ആർക്കിന്റെ നീളം എന്തായിരിക്കും? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഒരു ആർക്കിന്റെ നീളം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത് ഇപ്പോ 0.97989991 1 റേഡിയൻ. അപ്പൊ ഈ ആർക്കിന്റെ ലെന്ത് എത്രയായിരിക്കും? 1 റേഡിയൻ അടുത്തുണ്ടാക്കുന്ന 1 റേഡിയൻ ആണ് ആംഗിൾ എങ്കിൽ നമുക്കറിയാം L=r θ എന്നുള്ള ഫോർമുലാണ്. അപ്പോൾ L=r θ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും L=r θ. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്. റേഡിയസ് 1 ആണ്. അതുകൊണ്ട് 1 × θ എന്ന് വരും. θ എന്ന് വരും. അപ്പോൾ L എന്ന് പറഞ്ഞാൽ θ ആയിട്ട് വരുന്നതാണ്. ലെങ്ത് ഓഫ് ദി ആർക്ക് എന്ന് പറയുന്നത് തന്നെയായിരിക്കും നമ്മുടെ ആംഗിൾ. അപ്പൊ ഇത് ലെങ്ത് ഓഫ് ദി ആർക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതെന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആയിരിക്കും. കാരണം ഇതുണ്ടാക്കുന്ന ആംഗിളിന്റെ നീളവും ഈ ആർക്കിന്റെ നീളവും സെയിം ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഈ പോയിന്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ല R1 ആയതുകൊണ്ട് ഈ L എന്ന് പറയുന്നത് തന്നെയായിരിക്കും നമ്മുടെ θ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ അളന്നു കഴിഞ്ഞാൽ അത് 1.35 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. നമ്മൾ ഈ ആംഗിളിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളുടെ ഫോർമുലയിലേക്ക് തിരിച്ചു വരാം. x sin θ y/r cos θ x/r. ഇവിടെ r എന്ന് പറഞ്ഞാൽ 1 ആണ്. അതുകൊണ്ട് sin θ y എന്ന് വരും, cos θ x എന്ന് വരും. അപ്പൊ നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് x? x എന്ന് പറഞ്ഞാൽ cos θ ആണ്. y എന്ന് പറഞ്ഞാലോ sin θ ആണ്. ഈ θ എന്ന് പറഞ്ഞാൽ എന്താ? θ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളാണ്. അപ്പൊ നമ്മുടെ ആ പോയിന്റ്, നമ്മളിവിടെ എടുത്തിരിക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സി എന്നുള്ള പോയിന്റ് ആണ്. ആ പോയിന്റിന്റെ കോർഡിനേറ്റ് നമ്മൾ എടുക്കുന്നത് XY എന്നാണ് എടുക്കുന്നത്. ഇവിടെ x എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കിട്ടി cos θ ആണ്. അപ്പൊ p എന്ന് പറഞ്ഞാൽ cos θയും y എന്ന് പറഞ്ഞാൽ sin θയും. അവിടെ p ക്ക് പകരം നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് സി ആണ്. അപ്പോൾ ഞാൻ അതൊന്നൊന്ന് മാറ്റി നിങ്ങളെ കാണിച്ചു തരാം. ഞാനിത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി p എന്നുള്ളത് തന്നെ ഞാൻ p എന്നാക്കിയ പോയിന്റിന്. ഇത് ഒറിജിൻ, ഇത് p = xy ആണ്. x എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. x എന്ന് പറഞ്ഞാൽ cos θ ആണ്, y എന്ന് പറഞ്ഞാൽ sin θ ആണ്. അപ്പോൾ നമുക്ക് തിരിച്ചതിലേക്ക് ഒന്നും കൂടെ വരാം. ഇതിന്റെ x കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ cos θ ആണ്, y എന്ന് പറഞ്ഞാൽ sin θ ആണ്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റിസൾട്ടാണിത്. ഒന്നും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. ഈ ഒരു യൂണിറ്റ് സർക്കിൾ എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു പോയിന്റ്, നമ്മൾ യൂണിറ്റ് സർക്കിളിന്റെ പോയിന്റ് ആണ് p എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഇതാണ് ആ യൂണിറ്റ് സർക്കിൾ. ആ യൂണിറ്റ് സർക്കിളിലെ ഓരോ പോയിന്റിനെയാണ് നമ്മൾ x = cos θ എന്നും y = sin θ എന്നും വിളിച്ചിരിക്കുന്നത്. x = cos θ, y = sin θ. അത് r എന്നുള്ളത് 1 ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് യൂണിറ്റ് സർക്കിൾ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ cos θ എന്ന് പറഞ്ഞാൽ, ഇവിടെ θ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഈ സെൻട്രൽ ആംഗിൾ ആണ്. അപ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ?
കോസ് തീറ്റ, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ മാറുന്നതനുസരിച്ച് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുള്ളൂ, കോസ് സീറോ എന്ന് പറഞ്ഞാൽ എന്ത് വരണം? നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ വെച്ചിട്ടാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്, തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് വിചാരിക്കാം. തീറ്റ 0 ആണ് എങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 0. അപ്പോ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ, വൈ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ. അപ്പോ കോസ് 0 എന്ന് വരും, വൈ എന്ന് പറഞ്ഞാൽ സൈൻ 0 എന്ന് വരും. കോസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാ മക്കളെ? കോസ് 0 എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. y is equal to sin 0, that is 0. നമ്മുടെ ഫിഗറിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. എപ്പോൾ x എന്ന് പറഞ്ഞ ആംഗിൾ 0 ആകുമ്പോൾ x കോർഡിനേറ്റ് 1 ആയിരിക്കണം, y കോർഡിനേറ്റ് 0 ആയിരിക്കണം. നമുക്ക് നോക്കാം. ഈ ആംഗിൾ ഞാനൊന്ന് മാറ്റിയാണ്. ഇവിടെ ഇപ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ 0.2 റേഡിയൻ ആണ്, അത് മാറ്റി ആംഗിൾ 0 ആക്കും. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കും, ഫിഗറിൽ കാണാൻ സാധിക്കും, ഇവിടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ 10 എന്നുള്ള പോയിന്റാണ്. അപ്പൊ അതിന്റെ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്, വൈ കോർഡിനേറ്റ് 0 ആണ്. x1 y0. അപ്പൊ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരുന്നു? 0 ഡിഗ്രിയാണ്. അപ്പോൾ കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 1, തിരിച്ചു വരാം, എക്സ് ഈസ് ഈക്വൽ ടു 1. കണ്ടോ, ആംഗിൾ 0 ആയിരുന്നപ്പം എക്സ് ഈക്വൽ ടു 1, ആംഗിൾ 0 ആയപ്പോൾ y ഈസ് ഈക്വൽ ടു 0. അപ്പൊ തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് തീറ്റ 0 ആവുമ്പോൾ 10 എന്നാവും. ഇനി നമ്മൾ തീറ്റ എന്നുള്ളത് 90 ആക്കാം. തീറ്റ 90 ആകുമ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? കോസ് 90 വരണം, y എന്ന് പറഞ്ഞാൽ സൈൻ 90 വരണം. നമുക്ക് ആംഗിൾ ഒന്ന് ചെക്ക് ചെയ്യാം. ആംഗിളിലേക്ക് തിരിച്ചു വന്നാൽ ഇവിടെ ഇതാണ് 0, ഇത് 0യിൽ നിന്ന് മൂവ് ചെയ്ത് പോയത് നമുക്കറിയാമല്ലോ. ഇവിടെ വരുമ്പോൾ അത് 90 ആവും അല്ലെ? ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ആണ്. ഓക്കെ, ഈ ആംഗിൾ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ π/2 റേഡിയനാണ്. ഇത് 90 വന്നപ്പോൾ പോയിന്റ് നോക്കിക്കേ, ഇവിടെ എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 1. എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 1. നമുക്കറിയാം കോസ് 90 എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോസ് 90 ഈസ് ഈക്വൽ ടു 0, സൈൻ 90 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നോക്കിയേ, എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 1. അല്ലെങ്കിൽ നോക്കിക്കേ, എക്സ് കോർഡിനേറ്റ് 0, വൈ കോർഡിനേറ്റ് 1. വീണ്ടും ഈ പോയിന്റ് മൂവ് ചെയ്യാം. ഈ പോയിന്റ് മൂവ് ചെയ്ത് ഇത് 180 ഡിഗ്രി എത്തും. 180 ഡിഗ്രി കിട്ടുമ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആയിരിക്കും, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ആയിരിക്കും. അപ്പോ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -1 ആണ്, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. എന്ന് പറഞ്ഞാൽ കോസ് 180 ആണ്, ഇത് സൈൻ 180 ആണ്. 180 ഡിഗ്രി, that means π റേഡിയൻ. അപ്പോൾ when theta equal to π, what happens? cos 180യുടെ വാല്യൂ നമുക്ക് കിട്ടും -1, sin 180 എന്ന് പറഞ്ഞാൽ 0 ആണ്. കണ്ടോ? അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എക്സ് കോർഡിനേറ്റ് ഓൾവേസ് ഗീവ്സ് ദി cosine of the angle and y coordinate always gives the sine of the angle. നോക്കാം, വീണ്ടും ഇത് മൂവ് ചെയ്യുന്ന ഈ പോയിന്റ്. അപ്പൊ ഈ ഓരോ പോയിന്റിലും ഉണ്ട്. അപ്പൊ ഇനി ഈ സെൻട്രൽ ആംഗിൾ, ഈ ആംഗിൾ നമുക്ക് അറിയാമെങ്കിൽ, ഈ ആംഗിൾ അറിയാമെങ്കിൽ ആ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ 0.87. ഇവിടെ ഇപ്പൊ നമുക്കറിയാം ഇത് തേർഡ് ക്വാഡ്രന്റാ. തേർഡ് ക്വാഡ്രന്റിൽ നമുക്കറിയാം കോസും സൈനും നെഗറ്റീവ് ആണ്, ടാൻ മാത്രമേ പോസിറ്റീവ് ഉള്ളൂ. അതുകൊണ്ടുണ്ടോ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് ആണ്, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സൈൻ ആണ്, രണ്ടും നെഗറ്റീവ് ആണ്. ഇനി വീണ്ടും ഇങ്ങോട്ട് വരുന്നു, അപ്പോൾ കോസ് 270 എത്തും ആംഗിൾ. കോസ് 270 ഈസ് 0 ആൻഡ് സൈൻ 270 ഈസ് -1. കണ്ടോ മക്കളെ? വീണ്ടും അത് ഇങ്ങനെ കറങ്ങി വരുന്നു. അപ്പോൾ ഫോർത്തിലേക്ക് വന്നു. ഫോർത്തിൽ നമുക്കറിയാം കോസ് പോസിറ്റീവാണ്. കോസ് എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റാ, എക്സ് കോർഡിനേറ്റ് പോസിറ്റീവ്, വൈ കോർഡിനേറ്റ് നെഗറ്റീവ്. വീണ്ടും അത് വന്ന് കോസ് 360 വരും, കോസ് മീൻസ് 360 വരും. ആംഗിൾ 360 ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു 0 ആണെന്ന് പറഞ്ഞു, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ അവിടെ കിട്ടുന്നത് വീണ്ടും
കോസ് 0 ആയി. കോസ് 0 ഈസ് ഈക്വൽ ടു കോസ് 360. കോസ് 360 എന്ന് പറഞ്ഞാൽ 1 ആണ്. കോസ് 0യും 1 ആണ്. സൈൻ 360യും സൈൻ 0യും 0 തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ അതിന്റെ വാല്യൂ വീണ്ടും വരും. അപ്പൊ ഇത് വീണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഓരോ പോയിന്റും കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റുകൾക്ക്, കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയും സൈൻ തീറ്റയും തരുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഓരോന്നിന്റെ വാല്യൂ നമുക്ക് അറിയാവുന്ന വാല്യൂസ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഞാൻ ഇവിടെ ആംഗിൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ഇൻപുട്ട് ബോക്സ് ഉണ്ട്. ആംഗിൾ ഞാൻ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 0 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുന്ന ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ആയിരിക്കും. കോസ് 0 വരും. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സൈൻ 0 ആണ്. അപ്പൊ കോസ് 0 1, സൈൻ 0 0. അപ്പൊ നമുക്ക് ഒന്ന് ടേബിൾ ചെയ്യാം. കോസ് 0 ഒരു ടേബിൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ഒന്ന് എഴുതി വയ്ക്കാൻ പറ്റും. ഞാനൊരു ടേബിളും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. നമ്മുടെ ടേബിൾ റെഡിയാണ്. സൈൻ 0 തീറ്റ, സൈൻ 0യും ഉണ്ട്. അതുപോലെ തന്നെ ആംഗിൾ റേഡിയനിലും ഡിഗ്രിയിലും നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. സൈൻ 0 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ഫിഗറിൽ നിന്ന് നോക്കിയപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് ആണ്, വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സൈൻ ആണ്. അപ്പൊ സൈൻ 0 ആണ്. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ മീൻസ് കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് അതിൽ കംപ്ലീറ്റ് ചെയ്യാം. സൈൻ 0 ഈ വാല്യൂസ് നമുക്ക് ഇവിടെ നിന്ന് എഴുതി പോകാം. സൈൻ 0 കോസ് 0 ഈസ് 1. ഓക്കെ, ഇനി നമുക്ക് 30 ഡിഗ്രി നോക്കാം. 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് വരുന്നത് π/6 ആണ് അല്ലെ. അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ആംഗിളിന്റെ അവിടെ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ആംഗിൾ കാണാൻ സാധിക്കും. ഞാനിവിടെ ആംഗിളിന്റെ സ്ഥാനത്ത് π/4 ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോ π/4 അല്ല, π/6. അപ്പൊ നമുക്ക് ഇവിടെ പൈ ഉണ്ട് /6. ഓക്കെ, അപ്പൊ ഞാൻ അതിന്റെ വാല്യൂ ഇട്ടോട്ടെ. π/6 ഇവിടെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാം പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. അതിനെയാണ് /6 ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റേഡിയൻ മെഷർമെന്റ് ആണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന വാല്യൂ ആണ് ഈ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് 30 ആണ്. സൈൻ 30 എന്ന് പറയുന്നതാണ് ഈ 0.5 എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് സൈൻ 30 1/2 എന്ന് പറഞ്ഞിട്ടുണ്ട്. 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഫ്രാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. മീൻസ് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1/2 ആണല്ലോ. അപ്പോ ഈ 0.87 എന്ന് പറഞ്ഞാൽ √3/2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോ നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് പോകാം. അപ്പോൾ സൈൻ 30 എന്ന് പറഞ്ഞാൽ ഇപ്പൊ 0.5 എന്ന് കിട്ടി, ദാറ്റ് ഈസ് 1/2 ആണ്. കോസ് 30 നമുക്ക് √3/2 ആണ്. √3/2 എന്നുള്ളതിന്റെ നിങ്ങൾ സിംപ്ലിഫൈ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പൊ കിട്ടിയ വാല്യൂ തന്നെയാണ് 0.87 ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്യാനായിട്ട് ഞാനിവിടെ കാൽക്കുലേറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഇപ്പോൾ ഞാനിവിടെ √3/2 ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 0.8666 എന്ന് വരും. അറ്റ് ഈസ് 0.87. ആൻഡ് പിന്നെ നമുക്ക് 1/2 കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ ആണ് 1/2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ 1/2 ദാറ്റ് ഈസ് 1/2 ഈക്വൽസ് 0.5. കണ്ടോ? അപ്പോൾ 0.86 എന്നുള്ളത് √3/2 എന്ന് എഴുതാം, 1/2. അങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1/2. ഇനി നമുക്ക് അടുത്തത് 45 ഡിഗ്രി ആണ്. 45 ഡിഗ്രീസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വരുന്ന റേഡിയൻ എന്ന് പറഞ്ഞാൽ π/4 ആണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നിന്ന് അടിച്ചു കൊടുത്ത് നോക്കാം. π/4 എന്നുള്ള റേഡിയൻ ഈ ആംഗിളിനകത്ത് കൊടുക്കുമ്പോൾ π/4 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും 0.71 എന്നുള്ളതാണ്. അത് എക്സും സെയിം ആണ്, വൈയും സെയിം ആണ്. എന്ന് വെച്ചാൽ കോസ് 45 ഡിഗ്രി. നമുക്ക് വീണ്ടും കാൽക്കുലേറ്ററിലേക്ക് പോകാം. 45 ഡിഗ്രീസ് ആണ്. 45 ഡിഗ്രീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർമെന്റ് ആണ്. ഡിഗ്രീസിന് കറസ്പോണ്ടിങ് പൈ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ. പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. അപ്പോ 3.14 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന 0.785 ആണ്. അതാണ് നമ്മൾ 0.79 എന്ന് ഇവിടെ ആക്കി എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ π/4ന്റെ റേഡിയൻ മെഷർമെന്റ് ആണ് ഈ ആംഗിൾ. നമ്മൾ അടിച്ചു കൊടുത്തത് അങ്ങനെ തന്നെയായിരുന്നു. 0.71 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
ഈ 1/√2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. നമുക്കറിയാം അത് 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇസ് ഈക്വൽ ടു 0.7071 എന്നാണ്. 2 ഡെസിമലിന് കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നമുക്ക് 0.71 എന്ന് കിട്ടുന്നത്. അപ്പോൾ 1/√2 എന്നുള്ള വാല്യൂ ആണ്. അത് കോസ് തീറ്റയും സെയിം ആണ്, സൈൻ തീറ്റയും സെയിം ആണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. സൈൻ 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്, കോസ് 45 1/√2 ആണ്. കണ്ടോ? അപ്പൊ നമുക്ക് ഈ യൂണിറ്റ് സർക്കിളിലെ നമ്മുടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയും വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയും ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തി അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇനി നമുക്ക് അടുത്ത നമ്മുടെ ടേബിളിൽ വേണ്ടത് 45 ആയി. ഇനി നമുക്ക് വേണ്ടത് 60 ആണ്. 60 ഡിഗ്രീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം π/3 റേഡിയൻ ആണ്. നമ്മൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് π/3 റേഡിയൻ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ആംഗിൾ π/3 ഇവിടെ ഞാൻ അടിച്ചു കൊടുക്കുന്നത് അങ്ങനെ തന്നെയാണ്. π/3 എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻ മെഷർമെന്റ് ഇവിടെ കിട്ടും. ദാറ്റ് ഈസ് 1.05. 1.05 നമുക്ക് കാൽക്കുലേറ്റർ എടുത്തൊന്ന് വെരിഫൈ ചെയ്യാം. കാൽക്കുലേറ്ററിനകത്ത് നമുക്ക് π/3 ആണ്. പൈ ഇവിടെ പൈ ഓക്കെ ഒന്ന് ഇറക്കിക്കോട്ടെ. π/3 പൈ ഡിവൈഡഡ് ബൈ 3 ഈക്വൽസ് 1.0471 എന്നാണ്. അതാണ് 2 ഡെസിമലിന് കറക്റ്റ് ചെയ്തിട്ടാണ് 1.05 എന്നാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കറസ്പോണ്ടിങ്. ഇനി ഇത് നമുക്കറിയാം 1.5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റാഷണൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ആണ്. അപ്പം എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ആണ്. കോസ് 60 is 0.5 and sin 60 is 0.87. 0.87 എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. √3/2 സ്ക്വയർ റൂട്ട് ഓഫ് 3/2 എന്ന് പറഞ്ഞാൽ 0.866 ആണ്. അപ്പോൾ √3/2 എന്ന് വേണമെങ്കിൽ നമുക്ക് റാഷണൽ നമ്പർ ആയിട്ട് നമ്മൾ അങ്ങനെ അത്തരത്തിലൊന്ന് പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ എഴുതുന്നത്. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം sin 30 എന്ന് പറഞ്ഞാൽ അതിന്റെ sin 30 എന്ന് പറഞ്ഞാൽ നോക്കിക്കോളൂ, അതിന്റെ ഈ y കോർഡിനേറ്റ് ആണ്. y കോർഡിനേറ്റ് ആണ് 0.87 ആണ്. കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ √3/2. sin 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്, 0.5 ആണ്. ഇനി നമ്മൾ ആംഗിൾ വീണ്ടും മാറ്റും. അടുത്ത നമുക്ക് വേണ്ട 90 ആണ്. 90 എന്ന് പറഞ്ഞാൽ π/2 ആണ്. അപ്പൊ ഞാനിവിടെ വാല്യൂ അടിച്ചു കൊടുക്കുകയാണ്. 90 ഡിഗ്രി ആണ്. അപ്പോൾ π/2 എന്നുള്ള റേഡിയൻ മെഷർമെന്റ് അടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഈ ആംഗിൾ 90 ആണ്. ഈ 90 ആയപ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് ആണ്. അപ്പോൾ കോസ് 90 0 ആണ്. വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സൈൻ ആണ്. സൈൻ 90 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. കോസ് 90 സൈൻ 90 1 ആണ്. കോസ് 90 0 ആണ്. ഓക്കെ മക്കളെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ഓരോന്നും കംപ്ലീറ്റ് ചെയ്യാം. ദെൻ പൈ 180 ഡിഗ്രി നമുക്ക് അതിലേക്ക് പോകാം. 180 ഡിഗ്രി ഇവിടെ നമുക്ക് അടിച്ചു കൊടുക്കാം. 180 എന്ന് പറഞ്ഞാൽ പൈ റേഡിയൻ ആണല്ലോ. അപ്പോൾ പൈ തന്നെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് അതുണ്ടോ ആംഗിൾ 3.14 ആണ് ഇനി കറസ്പോണ്ടിങ്. നമുക്കറിയാം പൈ എന്ന് പറഞ്ഞാൽ 3.14 ആണ്. അപ്പോൾ ഇവിടെ -1 0 എന്ന് പറഞ്ഞു. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ -1 വരും. വൈ കോർഡിനേറ്റ് 0. എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് ആണ്. സോ കോസ് പൈ എന്ന് പറഞ്ഞാൽ -1, സൈൻ പൈ 0. ഇപ്പൊ നമുക്ക് എഴുതാം കോസ് പൈ ഈസ് -1, സൈൻ പൈ ഈസ് 0. ഇനി നമുക്ക് വേണ്ടത് 270 ആണ്. 270 ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇൻപുട്ട് കൊടുക്കാം. 270 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3π/2 ആണ്. സോ 3π/2 കൊടുക്കുമ്പോൾ 270 കിട്ടും. അവിടെ നമുക്ക് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് ആണ്. അപ്പോൾ കോസ് 270 കിട്ടും. കോസ് 270 0, സൈൻ 270 -1. അപ്പോൾ കോസ് 270 0, സൈൻ 270 -1. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഒരെണ്ണമുണ്ട്. ദാറ്റ് ഈസ് 2π ആണ്. അപ്പോൾ 2π അടിച്ചു കൊടുത്ത് നോക്കാം. 2π എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ 6.28 ആണ്. അപ്പോൾ 2π അടിക്കുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 6.28 കിട്ടും. അത് സെയിം ആ 0 ആണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് ആണ്. വൈ കോർഡിനേറ്റ് സൈൻ ആണ്. അപ്പോൾ കോസ് 2π എന്ന് പറഞ്ഞാൽ 1 വരും. സൈൻ 2π എന്ന് പറഞ്ഞാൽ 0 വരും. അപ്പോൾ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. കോസ് 2π ഈസ് 0, സൈൻ 2π ഈസ് 1.
അത് സെയിം ആ സീറോയുടെ വാല്യൂ തന്നെയാണ്. കണ്ടോ, ഇവിടെ അങ്ങനെ തന്നെ. ഓക്കെ മക്കളെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് സൈനും കോസും അറിയാമെങ്കിൽ ഞാൻ കണ്ടുപിടിക്കാമല്ലോ. സൈൻ ബൈ കോസ് ആണ്. 0/1 ദാറ്റ് ഈസ് 0. 1/2/√3/2 അതിൽ 2 വെട്ടിപ്പോയിട്ട് 1/√3 വരും. ഇത് 1/√2 1/√2 ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. √3/2 1/2 ഡിവൈഡ് ചെയ്യുമ്പോൾ √3 എന്ന് വരും. 1/0 ഡിനോമിനേറ്റർ 0 എന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ ഇൻഫിനിറ്റി എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കും. ഇൻഫൈനൈറ്റ്, നോട്ട് ഡിഫൈൻഡ്. 0/-1 0/anything ഈസ് 0 ആണ്. അപ്പോൾ ആ വാല്യൂ 0 വരും. 1/0 ഇത് നമുക്കറിയാം നോട്ട് ഡിഫൈൻഡ് ആണ് അല്ലെ. ദിസ് ഇസ് ഓൾസോ നോട്ട് ഡിഫൈൻഡ്. ദാറ്റ് ഈസ് മൈനസ് വന്നിരിക്കുന്നതുകൊണ്ട് വേണമെങ്കിൽ നെഗറ്റീവ് നോട്ട് ഡിഫൈൻഡ് എന്ന് വേണമെങ്കിൽ വായിക്കാം. ദെൻ 0/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ടേബിള് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. ഇത് നമുക്ക് നമ്മുടെ ടേബിളിന്റെ വാല്യൂസ് നമുക്ക് വീണ്ടും വീണ്ടും ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ ബുക്കിലൊന്ന് വരച്ചിടുക. ഈ ടേബിള് വരച്ചിട്ടാൽ മാത്രം പോരാ, ഇതിന്റെ വാല്യൂസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഈ π/2 വരെയുള്ള നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഒന്നും കൂടെ ഒന്ന് ഫ്രഷപ്പ് ചെയ്യണം. അതുപോലെ 2π വരെയുള്ളത് വീണ്ടും നമ്മളൊന്ന് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്തരത്തില് നമുക്ക് ഏത് ആംഗിളിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസൈൻ വാല്യൂം സൈൻ വാല്യൂം കണ്ടുപിടിക്കാം. യൂണിറ്റ് സർക്കിൾ എടുത്താൽ മതി. ഇപ്പൊ യൂണിറ്റ് സർക്കിളിൽ നിന്ന് നമുക്ക് എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ എന്നും വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ എന്നും കിട്ടും. അപ്പൊ 1 ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ x = cos തീറ്റ, y = sin തീറ്റ എന്നായി. അപ്പൊ ഒരു യൂണിറ്റ് സർക്കിളിലെ ഏത് പോയിന്റിനെയും നമുക്ക് എങ്ങനെ വിളിക്കാം? sin x = cos തീറ്റ എന്നും y = sin തീറ്റ എന്നും വിളിക്കാം. അപ്പൊ xy എന്ന് എഴുതുന്നതിന് പകരം പോയിന്റ് നമുക്ക് xy എന്ന് എഴുതുന്നതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കോർഡിനേറ്റ് എഴുതുമ്പോൾ xy എന്നുള്ളതിന് പകരം നമുക്ക് cos തീറ്റ sin തീറ്റ എന്ന് നമുക്ക് വിളിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ യൂണിറ്റ് സർക്കിൾ ആണ്, അതുകൊണ്ട് r എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോ നമുക്ക് വേണമെങ്കിൽ നമുക്കറിയാം x² + y² = 1 എന്ന് നമുക്കറിയാം. കാരണം എന്താണ്? r² ആണ്. r 1 ആയതുകൊണ്ട് x² + y² = r² എന്നുള്ളത് 1 എന്നാവും. ഇവിടെ x-ന് പകരം എന്താ? കോസ് തീറ്റ. അപ്പോ x-ന് പകരം കോസ് തീറ്റ കൊടുക്കുകയാണെങ്കിൽ കോസ് തീറ്റയുടെ സ്ക്വയർ പ്ലസ് സൈൻ തീറ്റയുടെ സ്ക്വയർ = 1 എന്ന് എഴുതാം. സാധാരണ ട്രിഗ്നോമെട്രി ഫംഗ്ഷന്റെ സ്ക്വയർ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ്, കോസ് കഴിഞ്ഞിട്ട് എഴുതും. cos² തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ = 1. നമ്മൾ പഠിച്ച ഫോർമുലയും തന്നെ ഇത് തന്നെയാണ് അല്ലെ. അപ്പോൾ ഒരു സർക്കിളിലെ പോയിന്റ് ആണെങ്കിൽ നമുക്ക് യൂണിറ്റ് സർക്കിൾ വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി സപ്പോസ് ഇത് r = 1 അല്ലെന്ന് വിചാരിക്കാം. r = 1 അല്ല എങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞു cos തീറ്റ എന്ന് പറഞ്ഞാൽ y/r ആണ്, സോറി x/r, ആൻഡ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ y/r ആണ്. അപ്പോ x എന്ന് പറഞ്ഞാൽ എന്ത് വരും? r cos തീറ്റ എന്ന് വരും. y എന്ന് പറഞ്ഞാൽ r സൈൻ തീറ്റ എന്ന് വരും. ഇത് r 1 ആണെങ്കിൽ x cos തീറ്റയും y സൈൻ തീറ്റയും തന്നെ വരും. അപ്പൊ ഇവിടെ നമുക്ക് x² + y² എന്ന് പറഞ്ഞാൽ എന്ത് വരും? x² + y² r 1 അല്ല എങ്കിൽ r എന്ന് തന്നെ വരണ്ടേ അല്ലെ. നമുക്ക് നോക്കാം. r² cos² തീറ്റ പ്ലസ് r² sin² തീറ്റ എന്ന് വരും. ഓർ r² പുറത്തെടുക്കുവാണെങ്കിൽ cos² തീറ്റ പ്ലസ് sin² തീറ്റ എന്ന് നമുക്ക് പറയാം. cos² തീറ്റ പ്ലസ് sin² തീറ്റ 1 ആയതുകൊണ്ട് r² എന്ന് വരും. കണ്ടോ, യൂണിറ്റ് സർക്കിൾ അല്ല എങ്കിൽ അതിലെ പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ x = r cos തീറ്റ എന്നും y = r sin തീറ്റ എന്നും ഡിഫൈൻ ചെയ്താൽ മതിയാവും. അപ്പോൾ മക്കളെ, നമ്മൾ ട്രിഗ്നോമെട്രി ഫംഗ്ഷന്റെ അതിപ്രധാനമായ ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തത്. x = r cos തീറ്റ, y = r sin തീറ്റ എന്നുള്ളതിൽ r എന്നുള്ളതിന് പകരം നമ്മൾ 1 കൊടുത്തപ്പോൾ യൂണിറ്റ് സർക്കിൾ കിട്ടി. ഈ യൂണിറ്റ് സർക്കിളിലെ ഓരോ പോയിന്റുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ x കോർഡിനേറ്റും സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റുമാണ്. അപ്പൊ ഈ ആംഗിൾസ് നമുക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വാല്യൂസ് കിട്ടും. അപ്പൊ ഇത്തരത്തിലാണ് അത് പഠിക്കുന്നതിന് വേണ്ടി നമ്മളൊരു ടേബിൾ ഉണ്ടാക്കിയത്. ആ ടേബിൾ നിങ്ങൾ ഓർത്തിരുന്നോണം. ആ ടേബിളിന്റെ വാല്യൂസ് നമ്മൾ ഇന്ന് പഠിക്കണം. അത് നമുക്ക് പിന്നീട് ഒത്തിരി ആവശ്യമുള്ളതാണ്.
അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ഇതിന്റെ ഈ സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും ഒരു സർക്കിളിലെ പോയിന്റുകളാണ്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിനെ നമ്മൾ സർക്കുലർ സിസ്റ്റം എന്ന് വിളിക്കാറുണ്ട്. ഞാൻ റേഡിയൻ മെഷർമെന്റ് പറഞ്ഞപ്പോൾ പറഞ്ഞായിരുന്നു, ഈ ഒരു സിസ്റ്റത്തിനെ നമ്മൾ സർക്കുലർ സിസ്റ്റം എന്ന് വിളിക്കാനുള്ള കാരണം സർക്കിളിലെ പോയിന്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന റേഡിയൻ മെഷർമെന്റ് ആയിരിക്കണം ആംഗിൾ. അതുകൊണ്ടാണ് ഇതിനെ സർക്കുലർ സിസ്റ്റം ഓഫ് മെഷർമെന്റ് എന്ന് വിളിക്കാറുള്ള കാരണം അതാണ്. അപ്പൊ എനി പോയിന്റ് ഓൺ ദി സർക്കിൾ, യൂണിറ്റ് സർക്കിൾ, ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് cos theta, sin theta. x y-ക്ക് പകരം cos theta and sin theta എന്ന് എഴുതാം. സർക്കുലർ സിസ്റ്റം ഓഫ് മെഷർമെന്റ്. ഓക്കെ, ആംഗിൾ മെഷർമെന്റ്. അപ്പോൾ സർക്കുലർ സിസ്റ്റം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ഡിഫൈൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ ഒരു സർക്കിളില് ആംഗിളിന്, ഓരോ ആംഗിളിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് ഉണ്ടാകും. ആ പോയിന്റിന് എല്ലാത്തിനും ഓരോ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞ് കോസൈനും വൈ കോർഡിനേറ്റ് എന്ന് പറഞ്ഞ് സൈനുമാണ്. അത് ബാക്കി നമുക്കെല്ലാം ഇതിനകത്ത് നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ടേബിള് തൽക്കാലത്തേക്ക് പഠിക്കുക. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.